സന്ദേശത്തിൽ എത്രമാത്രം രാഷ്ട്രീയ വിമർശനങ്ങളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത് എന്നൊക്കെ എഴുതി വെക്കുമ്പോൾ അത്രമാത്രം രാഷ്ട്രീയ വിധേയത്വമുള്ള ഒരാളെ കളിയാക്കുകയാണ് അല്ലെ. എന്ത് ചെയ്താലും ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിട്ടൊരു കളിക്ക് ഇല്ല എന്ന് പറഞ്ഞ് ഒരു പാർട്ടി ചെയ്യുന്ന എന്ത് കാര്യത്തെയും ന്യായീകരിക്കുന്ന ഒരാളെ കളിയാക്കുന്നതാണ് പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് പറയുമ്പോൾ ഈ ഡെഡ് ബോഡിയെ വെച്ച് പോലും രാഷ്ട്രീയം കളിക്കുന്ന ആളുകളെ നിശിതമായി വിമർശിക്കുന്നു. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അന്നത്തെ മുന്നറിയിപ്പായിരുന്നു. അന്ന് ഹർത്താലുകളും ബന്ധുകളും തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് കൂടിയാണ് സന്ദേശം വരുന്നത്. അപ്പോൾ ആ ഒരൊറ്റ സീനും ആ ഒരൊറ്റ ഡയലോഗും മതി. അത് ആർക്കിട്ടാണോ വെക്കുന്നത് അവർക്ക് കൃത്യമായിട്ട് അത് കൊണ്ടിട്ടുമുണ്ട് അല്ലെ. അന്ന് പക്ഷേ വേറെ പണിയെടുത്ത് ജീവിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അന്നത്തെ ഈ നേതാക്കളെക്കാൾ അതിൽ ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ തരികിട കാണിച്ച് നടക്കുന്ന സ്വന്തം വീട്ടിന് ബാധ്യതയായി തീരുന്നു ഒരു പഠിപ്പിച്ച് വലുതാക്കാൻ ആഗ്രഹിക്കുന്ന അച്ഛനെയും അമ്മയും ധിക്കരിക്കുന്ന കുറേയേറെ ചെറുപ്പക്കാർക്കുള്ള ഒരു സന്ദേശം കൂടിയായിരുന്നത്. ഞാൻ വലിയ രാഷ്ട്രീയക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീമ്പടിച്ച ഈ ഖദർ വസ്ത്രവും ഒക്കെ ഇട്ട് നടക്കുന്ന അവർക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. പൊന്മുട്ടയിടുന്ന താറാവിലെ തട്ടാൻ നമ്മൾ ഒരിക്കലും മറക്കാത്ത, ഇന്നും നമ്മുടെയൊക്കെ ഏറ്റവും ഗ്രാമീണമായ എല്ലാ ഓർമ്മകളും ചെന്ന് നിൽക്കുക ഒരു പക്ഷെ പൊന്മുട്ടയിടുന്ന താറാവിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ്. അതിലെ ആ സ്വർണ്ണപ്പണിക്കാരന് വേണ്ടി നമ്മളൊക്കെയും സാധാരണക്കാരായ മലയാളി വീട്ടമ്മമാരൊക്കെ വിഷമിച്ചിട്ടുണ്ട്. അയാൾ വിജയിക്കണമെന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. അയാളുടെ ആ ഒരു സ്നേഹം പ്രേമം വിജയിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷെ അയാൾ അത് പകരം വീട്ടുമ്പോൾ അതിനൊപ്പം സന്തോഷിക്കുന്ന ഒരു പ്രേക്ഷകരെയായിരുന്നു. അത് അന്ന് ആ സിനിമയുടെ പേര് തന്നെ പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്നുള്ള പേരിട്ടു. അത് പിന്നെ അവിടെ ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ പൊന്മുട്ടയിടുന്ന താറാവെന്നൊക്കെ ആക്കി. അതൊക്കെ വളരെ രസകരമായ രീതിയിൽ പിന്നീട് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്നുമുണ്ട്. ശ്രീനിവാസൻ ഇതിനെയൊന്നും വലിയ ഗൗരവമായിട്ട് കാണാറില്ല. ഇത്തരത്തിലുള്ള സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള നിശിതമായ വിമർശനങ്ങൾ നടത്തുമ്പോൾ തിരിച്ചിങ്ങോട്ടും വിമർശനം ഉണ്ടാകും, ഇല്ല അതിന് ചിലപ്പോൾ ഭീഷണികൾ ഉണ്ടാകും. പക്ഷെ അതിനൊക്കെ ആ ഒരു ലാഘവത്തോടു കൂടി തന്നെ നേരിട്ട് ചിരിച്ചുകൊണ്ട് തള്ളുന്നയാളാണ്. മാത്രമല്ല അങ്ങനെ ഉണ്ടാകുന്ന ഭീഷണികളെ പോലും അദ്ദേഹം പിന്നീട് അത് അദ്ദേഹത്തിന്റെ ഒരു പാത്ര സൃഷ്ടിയാക്കി മാറ്റാറുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നത് ഈ 2000-ന് ശേഷവും ഈ പറയുന്ന ഞാൻ പ്രകാശൻ വരെയുള്ള സമയത്തും ഒക്കെയുള്ള ന്യൂ ജനറേഷനിലെ സ്ക്രിപ്റ്റുകളിൽ അതൊക്കെയാണ് വന്നിട്ടുള്ളത്. ശരിക്കും ഈ ഞാൻ പറഞ്ഞപ്പോൾ തലയണ മന്ത്രം അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് ആണല്ലോ, സത്യനന്ദിക്കാടിന്റെ പടം. അതിനകത്തും ഈ വരുമാനം നോക്കാതെ ചിലവഴിക്കുന്ന ഒരു കുടുംബത്തെ അല്ലെ ആ ഒരു വിമർശനം അത് ശരിക്കും പറഞ്ഞാൽ അതാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അതായത് സ്വന്തം കുടുംബത്തിൽ നിന്ന് മാറി വേറൊരു വീടെടുത്ത് താമസിക്കുന്നു, അവിടെ ഉള്ളതെല്ലാം വാങ്ങിക്കൂട്ടുന്നു, ജീവിക്കണം, അതിനുവേണ്ടി കാട്ടിക്കൂട്ടുന്ന പ്രയത്നങ്ങളാണ്. ഇനി പിന്നീട് ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ വളരെ സീരിയസ് ആയ കഥാപാത്രങ്ങൾ, ചമ്പക്കുളം തച്ചൻ, അദ്ദേഹമാണ് എഴുതിയെന്ന് ഞാൻ പിന്നീടാണ് അറിയുന്നത്. കാരണം ചമ്പക്കുളം തച്ചനിൽ പേരിന് പോലും ഒരു തമാശയില്ല. മാത്രമല്ല അതൊരു കുട്ടനാടിന്റെ തനി ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരാൾ എഴുതുന്നത് പോലെയാണ് ചമ്പക്കുളം തച്ചൻ എഴുതി വന്നിട്ടുള്ളത്. എനിക്കും അതൊരു വലിയ അത്ഭുതമായിരുന്നു. ചമ്പക്കുളം തച്ചന്റെ തിരക്കഥ ശ്രീനിവാസനാണ് എന്ന് പറയുന്നത് തീർത്തും അതിൽ സെന്റിമെന്റ്സിന്റെ അങ്ങേയറ്റം വരെയുണ്ട്. നമ്മളിപ്പോ കണ്ടാലും കരയുന്ന തരം ഒരു ചിത്രം. മറവത്തൂർ കനവ്, മമ്മൂട്ടിയെ വേറൊരു തരത്തിൽ, ലാൽ ജോസിന്റെ ആദ്യ ചിത്രം, മമ്മൂട്ടിയെ വേറൊരു തരത്തിൽ നമ്മൾ അന്ന് വരെ ആ സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു മമ്മൂട്ടി, അത് ലുക്കിലായാലും ഒക്കെ അങ്ങനെ ഒരു കഥാപാത്രം, അങ്ങനെ എന്തൊരു വ്യത്യസ്തമായ ഒരു വർഷം തുടർച്ചയായിട്ട് ഒരേ തിയേറ്ററിൽ ഓടി എറണാകുളം ഷെണായ്സിൽ ഓടിയ സിനിമയുള്ള ചിത്രം എന്നുള്ള സിനിമ. ചിത്രത്തിന്റെ കഥ അദ്ദേഹത്തിൻ്റെതല്ലേ, ചിത്രത്തിന്റെ കഥ എഴുതിയിരിക്കും, കഥ ത്രെഡ് അദ്ദേഹത്തിൻ്റെതാണ്, പ്രിയദർശനാണ് ഇതിന്റെ കഥ വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കഥ ശ്രീനിവാസന്റേതാണ് ചിത്രത്തിൻ്റെത്. അതുപോലെ പാവം രാജകുമാരന്റെ തിരക്കഥയും അദ്ദേഹം തന്നെയാണ് രചിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ വെള്ളാനകളുടെ നാട്. നമ്മൾ ഒരിക്കലും വിട്ടുപോകരുതാത്ത ഒന്നാണ് വെള്ളാനകളുടെ നാട്. ഇന്നും എത്ര വെള്ളാനകളെ നമ്മൾ കാണും. വെള്ളാനകൾ എന്നുള്ള ആ പ്രയോഗം തന്നെ ഇല്ലേ, അത് പിന്നീട് നമുക്ക് ഈ അഴിമതി നടത്തുന്ന ഏത് വകുപ്പിനെ കുറിച്ചും നമ്മൾ ഈ പറയുന്ന വെള്ളാന എന്നുള്ള വിശേഷണത്തിലേക്ക് അതിലേക്ക് ശരിക്കും പറഞ്ഞാൽ തമാശ രീതിയിൽ വികസിച്ച് വന്നിട്ട് അതിന്റെ യഥാർത്ഥത്തിൽ എന്താണ് സമൂഹത്തിൽ ആ സമയത്ത് നടക്കുന്നത് എന്നുള്ളത്. പിന്നെ ഈ കോൺട്രാക്ടർ എന്ന് പറയുന്ന അയാൾ ജീവിക്കാൻ വേണ്ടി ചില തട്ടിപ്പ് കാണിക്കുന്ന ഒരാളാണ്, അഭ്യസ്ത വിദ്യനായ ഒരു ചെറുപ്പക്കാരനാണ്. എനിക്ക് തോന്നുന്നു ഈ 80കളിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള തിരക്കഥകൾ ഇതെല്ലാം 80കളിലെ ഒരു കേരള ജീവിതത്തിന്റെ ഒരു പരിച്ഛേദം എന്ന് പറയാം. ഇവിടുത്തെ സാമൂഹ്യ പശ്ചാത്തലം, പഠിച്ചാലും ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാത്ത ഒന്ന് ഇല്ലേ, അത് കഴിഞ്ഞ് സമൂഹം അവരെ അംഗീകരിക്കാതിരിക്കുക, വെറുതെ നടക്കുമ്പോൾ ഇന്ന് പണിയൊന്നുമില്ല എന്ന് ചോദിക്കുന്ന ഇല്ലേ, ജോലിയൊന്നും കിട്ടിയില്ല എന്ന് ചോദിക്കുന്ന, അങ്ങനെ ഈ പരിഹാസം ഏറ്റുവാങ്ങുന്ന ചെറുപ്പക്കാരെ അവരുടെ ജീവിതം വരച്ചു കാട്ടുകയായിരുന്നു, അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ മിഥുനവും അദ്ദേഹത്തിന്റെ വർക്കാണല്ലോ. മിഥുനമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, മിഥുനത്തിലെ തമാശകൾ നമ്മൾ പറയാത്ത സമയമുണ്ടോ? ഇപ്പോഴും എനിക്ക് തോന്നുന്നത് മലയാളി ജീവിതത്തെ ഇത്രത്തോളം യാഥാർത്ഥ്യ ബോധത്തോടെ പകർത്തിയ സിനിമകൾ, കഥകളൊക്കെ ഇത് മുഴുവൻ ശ്രീനിവാസന്റേതാണ് എന്ന് ഒരു പക്ഷേ ഇത് കാണുന്ന പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾക്ക് അത്ഭുതകരമായി തോന്നിയേക്കാം.
ഒരു കാലഘട്ടം മുഴുവൻ ശ്രീനിവാസന്റെ സിനിമകളിലുണ്ട്. ഒരു 48 വർഷം അദ്ദേഹം സിനിമാ രംഗത്ത് നിന്നതിൽ ആദ്യത്തെ ഒരു 6-7 വർഷം ഒഴിച്ചാൽ ബാക്കി സമയത്തെല്ലാം അദ്ദേഹം ഈ രചനാ രംഗത്ത് സജീവമായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിനയം മികവിനെ നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കൂടുതലും ഈ ഡയലോഗുകൾ ഉയർന്നു വരുമ്പോൾ ആ ഡയലോഗുകളുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഇദ്ദേഹമാണെന്ന് അറിയുമ്പോൾ അദ്ദേഹത്തിന്റെ രചനാ വൈഭവം, അതിനെക്കുറിച്ചുള്ള സംസാരം കൂടി എന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിനയവും അങ്ങനെ തന്നെയാണ് അല്ലേ? അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ വെറും തമാശ കഥാപാത്രങ്ങളല്ല, ഒരിക്കലും അല്ല. അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പഞ്ചവടിപ്പാലത്തിലെ കഥാപാത്രമൊക്കെ, അല്ലെങ്കിൽ ആദ്യകാലത്ത് അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും ഗൗരവമേറിയ സിനിമകളുടെ ഭാഗമായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം ഈ ലോക സിനിമയിൽ തന്നെ സ്വന്തം ശരീരത്തെ ഇത്രത്തോളം കളിയാക്കിയ ആളുകൾ കുറവായിരിക്കും എന്ന് എവിടെയോ വായിച്ചു കേട്ടു. ചാർലി ചാപ്ലിൻ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല, നിറം കുറവാണെന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ലെങ്കിലും കാണാൻ കൊള്ളാത്ത ആണുങ്ങളെ പിടിച്ച് ആങ്ങളമാരാക്കുന്ന ഈ പെണ്ണുങ്ങളുടെ സ്ഥിരം സ്വഭാവമാണെന്ന് ശ്രീനിവാസൻ പറഞ്ഞതാണ്. ശ്രീനിവാസൻ എഴുതിയ ഡയലോഗാണ്. ആ ഡയലോഗ് ഇന്നും നമ്മൾ എത്രയോ മോഹൻലാലിന് അന്ത്യോപചാരം അർപ്പിക്കാൻ, ശ്രീനിവാസൻ അന്ത്യോപചാരം അർപ്പിക്കാൻ വന്ന സമയത്താണ് മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലേ എന്നുള്ള അദ്ദേഹത്തിന്റെ ഇതിനാണ് താരത്തിലെ ചോദ്യം. ഇവർ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ ശ്രീനിവാസൻ കോംബോ എന്ന് പറയുന്നത് മലയാള സിനിമയിൽ അത് ഏറ്റവും അവസാനം ശ്രീനിവാസൻ അസുഖബാധിതനായി കിടന്ന ആ സമയത്ത് മോഹൻലാൽ താല്പര്യം പ്രകടിപ്പിച്ചു ഞങ്ങളുടെ ഒരു കോംബോ ഇനിയും വരും എന്നുള്ള കാര്യത്തിൽ. പക്ഷെ അത് നടക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. അതിനിടയിൽ നമ്മൾ ഈ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ചില തർക്കങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ, അദ്ദേഹം മറ്റൊരു ചികിത്സാ രീതിയൊക്കെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും എനിക്ക് തോന്നിയിട്ടുള്ളത് സ്വന്തം അഭിപ്രായം പറയാൻ അദ്ദേഹം വേണമെങ്കിൽ സമൂഹത്തിന് ഹിതകരമല്ലാത്ത, സമൂഹം അത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്യും തോന്നാത്ത കാര്യങ്ങൾ വേണമെങ്കിൽ ഡിപ്ലോമാറ്റിക്കായി മിണ്ടാതിരിക്കാം. പക്ഷെ അദ്ദേഹം അതല്ല ചെയ്തത്. തനിക്ക് ശരിയെന്ന കാര്യങ്ങൾ പറഞ്ഞു. അതിപ്പോ ജൈവകൃഷി ആയാലും ശരി, നാച്ചുറോപ്പതി ആയാലും ശരി, അതിലൊക്കെ അദ്ദേഹത്തിന് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ആ അഭിപ്രായം പറഞ്ഞു. അതിന്റെ പേരിൽ എന്ത് വിമർശനം വന്നാലും അതിനായിട്ട് അദ്ദേഹം വലിയ വില കൽപ്പിച്ചതുമില്ല, അല്ലേ? ശരിയാണ്, അദ്ദേഹം അങ്ങനെ തന്നെയാണ് അഭിപ്രായം തുറന്നു പറയാൻ. അദ്ദേഹം ഈ ശരിക്കും പറഞ്ഞാൽ കേരള സമൂഹത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറി നിന്നിരുന്നില്ല, അല്ലേ? മിക്ക സംഭവ വികാസങ്ങളിലും അദ്ദേഹം ഇടപെടും, അതിനെപ്പറ്റി അഭിപ്രായം പറയും. പക്ഷേ എന്ന് വെച്ച് സിനിമാക്കാരനായതുകൊണ്ട് ഞാൻ വലിയ മണിമന്ദിരത്തിൽ ഇരിക്കേണ്ട ആളാണ്, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ശ്രീനിവാസൻ എന്ന് പറയുന്നത് അദ്ദേഹം ഓരോ സമയം അദ്ദേഹത്തിന്റെ നമ്മൾ പല ചർച്ചകളും കണ്ടിട്ടുള്ളതാണല്ലോ. അദ്ദേഹം പൊതു സമൂഹത്തിൽ വന്ന് ചില സെമിനാറുകളിലും ഒക്കെ പങ്കെടുത്ത്, അതുപോലെ ശ്രീനിവാസനും സത്യനന്ദിക്കാടും തമ്മിലുള്ള സംവാദം, അത് രസകരമായ കാര്യമാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത്. അതിലൊക്കെ അദ്ദേഹം പറയുന്നത് ഞാനിപ്പോൾ ഈ മുന്നിൽ നിൽക്കുന്ന ആളുകളിൽ നിന്ന് കഥാപാത്രങ്ങളെ തേടുകയാണ് എന്നാണ്. അവിടെ നിന്ന് ഒരാളെ, ഇപ്പോൾ ഞാൻ പരിചയപ്പെടുന്ന ഓരോ ആളിലും അവരുടെ മാനറിസം അത് ഞാൻ എൻ്റെ അഭിനയത്തിൽ ഞാൻ പ്രകടിപ്പിക്കും. അതുപോലെ തന്നെ അവരുടെ സ്വഭാവം എന്താണ് എന്നുള്ളത്, അവരുടെ ജീവിതം എന്താണെന്നുള്ളത് അത് ഞാൻ സിനിമയിലേക്ക് കൊണ്ടുവരും, ഒരു കഥാപാത്രമാക്കി മാറ്റുന്നു. അതായത് നിങ്ങളിൽ ഒരാളെ ഞാൻ കഥാപാത്രമാക്കി മാറ്റുന്നു എന്നുള്ളൂ. അതായത് ഫാന്റസിയുടെ എലിമെന്റ് ഒന്നും അദ്ദേഹത്തിന്റെ ഒരു സിനിമയിലും വന്നിട്ടില്ല. എല്ലാം പച്ചയായ മനുഷ്യൻ ചിലപ്പോൾ കൊടുത്തിരിക്കും.